ഉണ്ടാക്കാം ഇങ്ങോട്ട്. എടുക്കല്ലേ നമ്മുടെ അങ്ങോട്ട്. പൈസ തന്നിട്ടില്ലേ? 50 രൂപ തന്നിട്ടില്ലേ? മീൻ ഇടാനാ 50 രൂപ തരും, മൊത്തം വാരിക്കൊണ്ട് പോകും. മര്യാദ കൈ ഞാൻ തല്ലി ഓടിക്കും. ഈ ചെറുക്കന്റെ സംസാരക്കായിട്ട് തോന്നുവല്ല നീ ചോറ് കൊടുത്ത് വളർത്തുന്ന മീനാന്ന്. ഞാൻ വില എടുത്ത് ഞാൻ ഹാർബറിൽ നിന്ന് കൊണ്ടുവരുന്ന അതൊക്കെ ഉള്ളൂ. വേറെ ആർക്കും കൊടുക്കണ്ടായിരിക്കും പറഞ്ഞല്ലേ, നിങ്ങൾക്ക് മാത്രം വന്നേ കൂട്ടി. മതിയേ മതിയേ. നേരം വെളുത്ത ഒരു കറി വെക്കണമെന്നുണ്ടെങ്കിൽ ആറൊക്കെ വായിരിക്കുന്ന തെറി വെക്കണമെന്ന് അറിയാവോ? ഓഹോ എടാ ഇറക്കാ, നീ വന്ന മീന്റെ വയറ് വീർത്തിരിക്കുവാന്നല്ലോ. കൺഗ്രാചുലേഷൻസ്. പ്രസവം കഴിയുമ്പോ പറയണേ, കുഞ്ഞുമീൻ ഉടുപ്പും കൊണ്ട് ഞാൻ വരാം. ഓ പുഴുത്ത മീൻ തന്നിട്ട് അതിലും പുഴുത്ത കൗണ്ടർ പറയും. തെറി പറഞ്ഞിട്ട് സെൽഫ് എഡിറ്റ് ചെയ്യുവാന്നാടാ. നീ അങ്ങനെ കഷ്ടപ്പെടണ്ട. ഇവിടെ നല്ല ഒന്നാന്തര ആമ്പിള്ളേരെ അതിന് വെച്ചിട്ടുണ്ട് കേട്ടോ. കൊണ്ടുപോ. എല്ലാത്തിനും തീ പിടിച്ച വിലയാ, പക്ഷെ മനുഷ്യന് മാത്രം ഒരു വിലയില്ല. അല്ല ഇവിടുത്തെ ഞാനെ കുറ്റം പറയാൻ മതിയല്ലോ. അയാൾക്ക് ഇറച്ചിയും മീനും ഇല്ലാതെ തൊണ്ടേന്ന് കീപ്പോട്ട് ഒരു വഹ ഇറങ്ങത്തില്ല. എന്ന് ഇറച്ചി ഇന്നുന്ന സിംഹം പോലും ഒരു ദിവസം ഉപവാസം എടുക്കാന്നാ ഞാൻ കേട്ടത്. പക്ഷെ ഇത് ഞാൻ വെളുപ്പിനെങ്ങാണ്ട് ഇറങ്ങി പോയേക്കുവാ. അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് കൃഷിയുണ്ട്, കപ്പയും കാച്ചിലും ഒക്കെ ആയിട്ട്. നേരം വെളുത്താ ഇറങ്ങിപ്പോയി രാത്രി വന്ന് കിടന്നാ ഉറക്കം ഉണ്ടോ? എന്റെ കിഴങ്ങ് കാണുന്നില്ലേ, എന്റെ കാച്ചില് കാണുന്നില്ലേ, എന്റെ കപ്പ കാണുന്നില്ലേ എന്ന് പറഞ്ഞ് കരച്ചിലോടെ കരച്ചില്ല. അധ്വാനിയാ, അയാളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. എന്തോ മൃഗശല്യമാണെന്നറിയാവോ? കാട്ടുപന്നിയും മരപ്പട്ടിയും പന്നിയലിയും കൂടെ വന്ന് മൊത്തം ശല്യവാ. ഇപ്പൊ കേറി വരും. വരുന്നതിന് മുമ്പ് വെച്ചുണ്ടാക്കട്ടെ, മൂക്ക് തച്ചുണ്ടി. നിങ്ങൾക്കൊക്കെ കപ്പ തിന്നണമെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് കൃഷി ചെയ്ത് തിന്നണം. അല്ലെങ്കിൽ അവറാന്റെ പറമ്പിൽ കയറി കട്ടുമോടിച്ച് തിന്നുവല്ല ചെയ്യേണ്ടത്. ഈ അവറാനുണ്ടാക്കി വെച്ചേക്കുന്നത് ഈ അവറാന് വേണ്ടിയാ. ഇനി എന്റെ പറമ്പിൽ കയറി പോയാൽ മുട്ടുകാല് തല്ലി ഓടിക്കാൻ വാഴയ്ക്ക് മുളയിടും. ഓരോന്നമാർ ഓസക്ക് തിന്നാൻ വേണ്ടി വന്നു. അന്നമ്മോ ഒരു പെണ്ണേ, അന്നമ്മോ ഇവിടെ ചെവിയിൽ ആ പഠിച്ച് കയറ്റി വെച്ചോന്നോടി. ഇങ്ങനെ തൊള്ള തുറക്കും, എന്തോ ഇങ്ങനെ ദേഷ്യപ്പെടുവോ നിങ്ങളെ? ദേഷ്യപ്പെടുവെന്ന് പറഞ്ഞാൽ വെച്ച കപ്പ എല്ലാം കണ്ടാമാര് മോട്ടിച്ച് കൊണ്ടുപോവാ. യോ പാവം പിടിച്ച നിങ്ങൾ ആയിരിക്കും വെച്ച് കൊണ്ടുപോയി പുഴുങ്ങി തിന്നട്ടെ. ഇനി പുഴുങ്ങി തിന്നണമെങ്കിൽ സ്വന്തമായിട്ട് കൃഷി ചെയ്ത് തിന്നണം. അല്ല അവറാന്റെ പറമ്പിൽ കയറി തിന്നുവല്ല ചെയ്യേണ്ടത്. പോട്ടെ, അതൊക്കെ പോട്ടെ. ഉള്ള കപ്പയെല്ലാം എലിയും തിന്നുവാന്നേ. അത്രയുള്ള കാര്യം. എലി കപ്പ തിന്നുവാന്നുണ്ടെങ്കിൽ എലിപ്പെട്ടി വെക്കണം. എലിപ്പെട്ടി വെച്ചു. എന്നും എലി വന്ന് ഓരോ കപ്പ മാത്രമേ തിന്നത്തുള്ളായിരുന്നു. ഇന്ന് ഞാൻ നോക്കിയപ്പോ എലിപ്പെട്ടിക്ക് 4 വീലും പിടിപ്പിച്ചിട്ട് എലി അല്ലാതെ കപ്പ അതേ വെച്ച് ലോഡ് അടിച്ചോ. അതൊക്കെ പോട്ടെ. കൊലച്ചുന്ന വാഴ മൊത്തം പന്നി കുത്തി താത്തിട്ടേക്കുവോ. നിങ്ങൾ വിഷമിക്കാത്ത മനുഷ്യ. കൊല പോയെങ്കിൽ അങ്ങ് പോട്ടെ, അല്ലെങ്കിൽ കൊലക്ക് എന്തോ കിട്ടാനാ? കൊലക്ക് വധശിക്ഷ കിട്ടും, അല്ലെങ്കിൽ ജീവപര്യന്തം കിട്ടും. ഞാൻ ഓടിയോട്ടെ. നിങ്ങൾ ഈ തൊട്ടതിനും പിടിച്ചതിനും ദേഷ്യപ്പെടുന്ന എന്താണെന്നറിയാവോ? നിങ്ങളുടെ ദൈവവിശ്വാസം പോയി. തോന്നുമ്പോ ഇങ്ങനെ മുത്തിയാ പോരാ. വല്ലപ്പോഴും ആ പള്ളിമേടയിലും കൂടെ ചെന്ന് കയറണം. അതെങ്ങനെ? ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് അന്നങ്ങാണ്ട് കയറില്ല, പിന്നെ ഇങ്ങനെ പോയിട്ടേ ഇല്ല പള്ളിയിൽ. ഞാൻ പോത്തില്ല പള്ളിയിൽ. എന്താ കാര്യം? അച്ഛനുമായിട്ട് വല്ല പ്രശ്നമുണ്ടോ? അച്ഛനുമായിട്ട് യാതൊരു പ്രശ്നം. എന്നാ കപ്പിയാരുമായിട്ട് നടക്കുകയാണ്? കപ്പിയാരുമായിട്ട് യാതൊരു പ്രശ്നമില്ല. പിന്നെ എന്താ പള്ളി കയറാത്തെ? സെമിത്തേരി കാണുമ്പോ പേടിയാടി. സെമിത്തേരി കാണുമ്പോ പേടിയാന്ന്. ഇത് ഞാനാ എന്റെ അടുത്ത് തിളയ്ക്കാൻ വരുന്നത്. എന്നെ കൊണ്ട് ഇതെന്റെ അന്നമ്മയാണോ അതോ ഫൈറ്റർ ഫിഷ് ആണോ? കൂടുതൽ സംസാരിക്കല്ലേ, പിടക്കും ഞാൻ. പശുവിന് വല്ലതും കൊടുത്തായിരുന്നു? 10 ഏക്കർ സെന്റും 10 സ്വർണവും കൊടുത്തായിരുന്നു. ഓ എന്താ പറഞ്ഞെന്ന് പറഞ്ഞാലും സ്ഥലത്തിന്റെയും സ്വർണത്തിന്റെയും വർത്തമാനമല്ല നിന്റെ വായിൽ എന്തോലും പരിപാടി. എന്നെ കൊണ്ട് കൂടുതൽ സംസാരിപ്പിക്കരുത് കേട്ടോ. പെങ്ങളമാരെ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാം അങ്ങ് എഴുതി കൊടുത്തില്ലയോ? ഈ അന്നമ്മയുടെ പേരിൽ എവിടെയെങ്കിലും സ്ഥലം ഉണ്ടോ? ഈ അന്നമ്മയുടെ പേര് തൃശ്ശൂർ ഒരു സ്ഥലം ഉണ്ടല്ലോ. എവിടെ വെച്ചാ അത്? അന്നമ്മ നട. അവിടെ പോയി അങ്ങ് പുറത്തോ കേട്ടോ. പുറത്തോ. എന്തൊരു ആയോ? എനിക്ക് 62 വയസ്സാവാറ്. എന്റെ 62 എടുത്ത് പുഴുങ്ങി തിന്നു കഴിഞ്ഞാൽ എന്റെ വയറ് നിറയുമോ? അടുക്കളയിൽ എന്തോ ആയോടി? കുറെ പുകയായിട്ടുണ്ട്, വന്ന് വലിച്ചു കയറ്റാം. ആവശ്യമില്ലാത്ത കാര്യം സംസാരിക്കില്ല അന്നമ്മേ. ഞാൻ കാര്യം പറയാം കേട്ടോ. എനിക്ക് വിശക്കുന്നുണ്ടോ? വിശക്കുന്ന സമയത്ത് കഴിക്കണമെന്നുണ്ടെങ്കിലേ കത്തിക്കാൻ വല്ലതും വേണം, അടുപ്പി വെച്ച് കത്തിക്കാൻ. നിങ്ങളൊരു കാര്യം ചെയ്, ആ കോടാലി എടുത്താ വിറകൊന്ന് കീർത്തന്നേ. എന്തോന്നാ? ആ കോടാലി എടുത്താ വിറകൊന്ന് കീർത്തരാൻ. കോടയോ? കോടാലി. ആരോ കോടാ? കൊടയല്ല, വടി. നീ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലയോ? എവിടെയോ നല്ല പെണ്ണുങ്ങൾ ഇറച്ചി വെക്കുന്നുണ്ട്, എന്നെ നല്ല മണം അടിക്കുന്നുണ്ട്. എവിടെയോ വല്ല പെണ്ണുങ്ങളല്ല, ഇവിടുത്തെ പെണ്ണ് ഇറച്ചി വെച്ച എന്റെ മണമാണ് നിങ്ങളുടെ മൂക്കിലോട്ട് അടിച്ചത്. അതെ, അങ്കമാലിന്ന് തങ്കച്ചൻ പോയിട്ട് വന്നപ്പോ പോർക്ക് കൊണ്ടുവന്നായിരുന്നു നിങ്ങൾക്ക് തരാന്. അപ്പം ഈ ബാറ്റും നെറ്റും മാറ്റോണ്ട് വന്നായിരുന്നു അവൻ. എന്താ? അവൻ കോർക്ക് കൊണ്ടെന്ന് പറഞ്ഞു ബാറ്റും നെറ്റും മാറ്റോണ്ട് വന്നായിരുന്നു. പോർക്ക് എന്താണോ ഞാൻ പറഞ്ഞത്? പോർക്ക്. പോർക്കോ? ഓ പോർക്ക്. പോർക്കൊക്കെ നല്ല രീതിയിലാണ് നീ വെക്കുന്നത്. പിന്നല്ലേ ഇത്രയും നാള് ഞാൻ ഉണ്ടാക്കി തരികയോ ഇയാൾ കയറ്റിയത്? കോട്ടി ഉണ്ടാക്കാനല്ലേ അറിയാവുന്നത്. പോർക്കിന്റെ കാര്യം പറഞ്ഞപ്പോഴാ, പോർക്ക് തിന്നിട്ട് ഞാൻ ഇത്ര കാലമായി അത് ഓർത്തോണ്ടിരിക്കുവായിരുന്നു. അന്നമ്മയുടെ കൈപ്പിണി എന്ന് പറഞ്ഞാൽ ഭയങ്കര കൈപ്പിണിയാണ്. ഞാൻ പക്ഷെ തുറന്നു പറയത്തില്ല, പറഞ്ഞു കഴിഞ്ഞാൽ ഇവള് കിടന്നങ്ങ് തിളയ്ക്കും. അതെങ്ങനാ? തിളപ്പരുവോ ആയതേ ഉള്ളൂ. എന്തേലും വെച്ച് വേവിച്ച് അന്നേരം തന്നെ വേണോ അങ്ങ്? ചൂടാന്നേ. ചൂട്. ഈ ചൂടത്ത് ഇന്ന് കർഷകനാണ് ചൂട്. അന്നമ്മേ ഇത് ഭയങ്കര അന്നമ്മോ. എന്താ എന്താ മനുഷ്യ? അയ്യോ അന്നമ്മേ,
മനുഷ്യ ശരീരത്തിൽ ഇവിടാണ് ഈ ആമാശ ഇരിക്കുന്നത്. അത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? തീക്കുട്ട ഇവിടെ പോയി വീണത്. ഓഹോ, ഇച്ചിരി വെള്ളം കുടി. അയ്യോ, വെള്ളം കുടിക്കാനാ. വെള്ളം കുടിക്കാൻ അനമ്മോ. പിന്നെ ഈ വരുന്ന 25-ാം തീയതി എന്റെ അപ്പച്ചന്റെ ഓർമ്മയാ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറയാങ്ങട്ടെ. എന്റെ അപ്പച്ചൻ പോയിട്ട് 5 വർഷമായി. ഞാൻ പോയി തിരിച്ചു വിളിച്ചോണ്ട് വരണോ? വീട്ടിൽ കുടുംബ പ്രാർത്ഥന വെച്ചിട്ടുണ്ട്, എനിക്ക് പോണം. നീ പോന്നെങ്കിൽ പോകും. എനിക്ക് പോയി റെഡിമെയ്ഡ് അപ്പം ഗ്രീൻ പീസ് കറിയും തിന്നാൻ. ഓ, അതെങ്ങനെ? അമ്മച്ചി പോയിട്ട് ഒരാഴ്ചയേ ആയുള്ളൂ. തെറ്റിദ്ധരിക്കല്ലേ, അമ്മച്ചി ഇവിടെ അനിയത്തിന്റെ വീട്ടിൽ തൃശ്ശൂർ പോയേക്കുവാ. ഈ 90 വയസ്സുള്ള അമ്മച്ചി തൃശ്ശൂർ പോയിട്ട് വലിയ കാര്യമുണ്ടോ ഈ കാലത്ത്? അതെ, പ്രായമായെന്ന് പറഞ്ഞ മനുഷ്യന്റെ ആഗ്രഹം ഒന്നും മാറ്റി വെക്കാൻ പറ്റത്തില്ല. വടക്കനാഥന്റെ മണ്ണി പോയി തൃശ്ശൂർ പൂരം കാണണമെന്ന് എന്റെ അമ്മച്ചിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നല്ലോ, അതുകൊണ്ടാ പോയത്. നിന്റെ അമ്മച്ചി തൃശ്ശൂർ പൂരം കാണാൻ പോകുന്നത് കൊള്ളാം. കമ്പത്തിന് തീ പിടിക്കുമ്പോ പുക കണ്ടിട്ട് കമ്പപ്പുരക്കകത്ത് ചാടി കയറില്ലേ കാപ്പിക്കടയാന്ന് പറഞ്ഞോണ്ട്. വെടിവെച്ച പുക എന്ന് പറയുന്നില്ലേ നിന്റെ അമ്മച്ചി? എന്റെ വായിലിരിക്കാൻ കേൾക്കും കേട്ടോ. എന്റെ അമ്മച്ചിക്ക് നല്ല പോലെ ചെവി കേൾക്കാം. ഇവരമ്മച്ചിക്ക് നല്ല പോലെ ചെവി കേൾക്കാം. കഴിഞ്ഞ ക്രിസ്മസിന് കരോളുകാർ പിള്ളേർ വീട്ടിൽ വന്നപ്പോൾ അവര് ഡ്രം സെറ്റ് അടിക്കുന്ന കണ്ടിട്ട് അമ്മച്ചി എന്താ പറഞ്ഞെന്നറിയാവോ? ആ വലിയ ചരി കഴിഞ്ഞ് ആ പിള്ളേരെ അമ്മച്ചി കഴുകി തരാമെന്ന്. എനിക്ക് ചെവി കേൾക്കുന്ന ആളാണ്. ഈ ചെവി കൂടെ നോക്കിയാൽ അപ്പുറത്തെ ചെവി കൂടെ കുട്ടനാട് കാണാം ഇവരുടെ അമ്മച്ചി. നിങ്ങൾ എന്റെ കുടുംബക്കാരെ പറഞ്ഞോണ്ടിരുന്നോ കേട്ടോ. പിന്നെ തിരുവല്ലയിലുള്ള കുര്യക്കൊച്ചിന്റെ മോടെ കല്യാണത്തിന് പോകണം നമുക്ക്. ഞാൻ വരുന്നുണ്ട്. നീ എനിക്ക് പാവലിനും പടവലത്തിനൊക്കെ വെള്ളം ഒഴിക്കണം. എപ്പോ കണ്ട നേരം കൃഷി എന്നുള്ള വിചാരമേ ഉള്ളൂ. കല്യാണം കൂടാൻ മാത്രമല്ല ഞാൻ പോകുന്നത്. അവിടെ ഏതെങ്കിലും പെൺപിള്ളാര് വരുമ്പോ ജ്യൂസ് കുടിക്കുന്നു നോക്കണം. വെല്ലോന്നെ കല്യാണത്തിന് പെൺപിള്ളാർ ഒന്ന് ജ്യൂസ് കുടിക്കുന്നു, നീ എന്തിനാ നോക്കുന്നത്? കുടിക്കുന്ന കാര്യമാന്ന് പറഞ്ഞേ. നമ്മുടെ മോനില്ലേ ജോസ് കുട്ടി, അവന് കല്യാണപ്രായമായി, അവന് പെണ്ണ് കെട്ടിക്കണം. കല്യാണപ്രായമെങ്കിൽ അവൻ ഇവിടെ നിൽക്കണമായിരുന്നു. അവൻ എന്തിനാ ഇപ്പോഴും ഗൾഫിലോട്ട് എഴുന്നള്ളിച്ചോണ്ട് പോയത്? എന്റെ കൂടെ പാടത്തും പറമ്പിലും വന്ന് ഇവിടുത്തെ കൃഷിയൊക്കെ നോക്കി ചെയ്താൽ പോരായിരുന്നു അവന്. ഞാൻ എന്റെ വായി തുറന്നില്ല പറയും കേട്ടാ. ചെറുക്കം വന്ന് പാടത്തും പറമ്പത്തൊക്കെ ജോലി ചെയ്തല്ലായിരുന്നോ? നിങ്ങൾക്ക് അപ്പൊ അത് പിടിക്കത്തില്ല. അവൻ വാഴ നടുന്നത് ശരിയല്ല, അവൻ കപ്പ നടുന്നത് ശരിയല്ല, അവൻ ചീനി നടുന്നത് ശരിയല്ല, അവൻ വിത്തിടുന്നത് ശരിയല്ല. അവൻ മണ്ടനാ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. അവൻ എങ്ങനെ മണ്ടനാകാതിരിക്കും? ആ വിത്ത് നിങ്ങളുടെ ഇല്ലയോ? അയ്യോ, എന്തോ ചൂടാണോ ദൈവമേ. ഭൂമി ഇപ്പൊ ചൂട് കൊണ്ടങ്ങ് ചൂട് കൊണ്ട് ഉരുകി തീരും. ഏതെങ്കിലും ആക്രിക്കാരൻ വന്ന് ഭൂമിയെ കൊണ്ടുപോകുകയും ചെയ്യും. നമ്മൾ എവിടെ കൊണ്ട് ജീവിക്കും? നമ്മളെ ഇതേതാടാ ഈ പച്ചമഞ്ഞള്? അമറാൻ പറഞ്ഞേ. അമറാനെ എന്നല്ല പറഞ്ഞത്. എടാ നിന്റെ പേര് വിളിച്ചതാ അവറാനേന്ന്. എന്നെ മനസ്സിലായില്ലയോ? ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ മമ്മൂക്കല്ലേ നീ വന്നിരിക്കുന്നത്? ഇപ്പൊ മനസ്സിലായോ? അത് ഊരുമെന്ന് മനസ്സിലായി. അതല്ലെന്ന് നീ എന്നെ സൂക്ഷിച്ചു നോക്കിയാ മനസ്സിലാവും. സൂക്ഷിച്ചു നോക്കാൻ കീടാണുമാണ് നീ വന്ന് നിൽക്കുന്നത്. എടാ ഞാൻ നിന്റെ കളിക്കൂട്ടുകാരൻ ബേബി. ഓ ബേബി, ഓ ബേബി, കം ഓൺ. ഓ യാ, എത്ര നാളായടാ കണ്ടിട്ട് ഈ വഴിക്കൊക്കെ. എടാ നമ്മുടെ ടൗണിലെ വർഗീസ് ഡോക്ടറെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. അതെന്താ? അല്ല, പുള്ളി വീട്ടിൽ ഇരുന്ന് നോക്കുന്നുണ്ടല്ലോ. നിനക്കതിന് കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. പിന്നെ പുള്ളി വീട്ടിൽ ഇരുന്ന് എന്തുവായി നോക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഇറങ്ങി. അപ്പൊ തൊഴിലില്ലാതെ ഇറങ്ങിയേക്കാ നീ. അയ്യോ, പിന്നെ ഇതെന്താ കാലിലൊക്കെ സോക്സ് ഒക്കെ ഇട്ട്? എടാ ഇത് പിള്ളാരെ വാദമല്ലേടാ, വാദത്തിന്റെ സിൽക്ക് സ്മിത ഇച്ചിരി കൂടുതലാ. വാദത്തിന്റെ സിൽക്ക് സ്മിതയോ? അല്ല, ഇച്ചിരി വാദത്തിന്റെ അസ്കിത ഇച്ചിരി കൂടുതലാ. എടാ എന്താ പറഞ്ഞ ഈ 2 കളറുള്ള സോക്സ് ഒന്നും 2 കാല കെട്ടിയിട്ടേക്കുന്നത്? അല്ല, ഇതിങ്ങനെ ഇവത്തല്ലേ സെയിം ഒരു ജോഡി വീട്ടിലും കിടപ്പുണ്ട്. എടാ മരം കിടങ്ങാ, ഇതേത്തിന്റെ ഓരോ ജോഡിയാ വീട്ടിൽ കിടക്കുന്നത്. തെറ്റിക്കാൻ പറയാ. നീ പണ്ട് തന്നെ ഇങ്ങനെ ഒരുപാട് തെറ്റിച്ചിട്ടുണ്ട്. പിന്നെ എന്താടാ ഈ കണ്ണാടിയെ മാലയൊക്കെ കോർത്തിട്ടേക്കുന്നത്? എടാ പിള്ളേര് വാങ്ങിച്ചു തന്ന മാലയാണ്. കളഞ്ഞു പോകാതിരിക്കാൻ കണ്ണാടിയെ കെട്ടിയിട്ടേക്കുവാ. ഇതാകുമ്പോ മാല പോയാൽ കണ്ണാടി പിടിക്കും, കണ്ണാടി പോയാൽ മാലയും പിടിക്കും. അല്ലെ കണ്ണാടിയുടെ വെച്ചതിന്റെ പ്രത്യേകത എന്താണ്? എടാ എന്റെ ഈ വലത്തെ കണ്ണിലെ തിമില ഉണ്ടായിരുന്നു. ഇടത്തെ കണ്ണി മന്ദള വാർത്ത കയറ്റി വെച്ചേക്കാം. അല്ല, മറ്റേ അസുഖമില്ലടാ കണ്ണിന്. തിമിരം. അത് ഓപ്പറേഷൻ കഴിഞ്ഞു. എവിടെ വെച്ചായിരുന്നു? തിരുനെൽവേലിയിലായിരുന്നു. അത് ഇത്രയും ഹോസ്പിറ്റലിലേക്ക് ഇവിടെ കുഴപ്പമില്ല, അങ്കമാലിയിലൊക്കെ അവിടെ പോയി ചെയ്താൽ പറ്റുന്നത്. തിരുനെൽവേലി വരെ പോകേണ്ട കാര്യമുണ്ടോ? ഭയങ്കര പൈസയല്ലേ? തിരുനെൽവേലിയിൽ ഫ്രീയാ. അവിടെ ഫ്രീയാ? പിന്നെ 2 കണ്ണും അങ്ങ് ചെയ്തു. ഈ കണ്ണെന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നു? ഒരു കുഴപ്പമില്ലായിരുന്നു, ഫ്രീ അല്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഈ മീശ വരാത്തവണ്ണാണ് ഈ മൂക്കിലെ രോമം പിടിച്ചിട്ട് വളച്ചു വെച്ചേക്കുന്നത്. പാരമ്പര്യ മനുഷ്യനെ നാണം കെടുത്താൻ ആവശ്യമില്ലാത്തടത്തോടെ കിളിച്ചിറങ്ങിയിട്ട്. പിന്നെ വേറെ വിശേഷങ്ങളൊക്കെ? വേറെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാലേ പ്രായമായില്ലേടോ, ഒത്തിരി നാളായില്ലേ ഇങ്ങോട്ട് വന്നിട്ട്. വയ്യാഴി ഒന്നും ഇല്ല ഇപ്പം? വയ്യാഴിക ഉണ്ടോന്ന് ചോദിച്ചാൽ വയ്യാഴിക ഉണ്ട്. ഇത് നീ വടിയിലൊക്കെ അങ്ങ് ആയി. എടാ ഇത് ഞാൻ വടി ക്ഷീണം കൊണ്ട് നടക്കുന്നതല്ല. പിന്നെ ഇതെന്റെ അംശവടിയാണ്. അംശവടി? അതെന്തൊരു സാധനം? എടാ ഇത് ഞങ്ങൾ പാരമ്പര്യമായിട്ട് കൈമാറി വരുന്ന വടി. ഇതിനകത്താ ഞങ്ങളുടെ പ്രൗഢി. പ്രൗഢി ഇരിക്കുന്നത്. ഇത് വെറും വടിയല്ല മോനെ. ഇതിങ്ങനെ പിരിച്ചാലുണ്ടല്ലോ,
വാള് വരും. എന്ത് വാള്? എടാ വടിവാള് വരുമോ നിന്നകത്ത്? വടിവാളോ? ആ. ഇതൊക്കെ ഉപയോഗിക്കാറുണ്ടോ ഇപ്പം? ഇല്ല. എന്തിനാ കൊണ്ട് നടക്കുന്നത്? ഇതിപ്പോ ഞാൻ രാത്രി കിടന്നിട്ട് ലൈറ്റിന്റെ സ്വിച്ച് ഓഫ് ചെയ്യാൻ മാത്രം ഉപയോഗിക്കുന്നു. അതിനകത്ത് ഉപയോഗിക്കത്തല്ല. പിന്നെ എന്താ നിന്റെ വിശേഷങ്ങൾ? നിനക്ക് എന്തൊക്കെയാ പരിപാടി ഇപ്പൊ? എനിക്കിപ്പോ കുറെ കപ്പയും കാച്ചിലും ചേമ്പും ചേനയും വാഴയൊക്കെ ഇത് കൃഷിയാണ്. കൃഷിയാണ്. ഇന്നത്തെ കാലത്ത് ഈ കൃഷിപ്പണിയും കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറ്റൂടാ? എനിക്ക് കുറെ റബ്ബറുണ്ട്. റൂളി പെൻസിലാണോ ഇരിക്കുന്നത്? അതെന്താ? കുറെ റബ്ബർ ഉണ്ടെന്ന് പറഞ്ഞു. അത് തന്നെ ഈ വീടിന്റെ പുറകെ കുറച്ച് റബ്ബർ ഉണ്ടത് അതുകൊണ്ടുണ്ടത്. അങ്ങനെ ഇവിടെ വേറെ ആരുണ്ട്? വേറെ ഞാനും എന്റെ കെട്ടിയോളും മോനുണ്ട്. മോനെ ഇവിടെ? മോനങ്ങ് ഗൾഫിലാ, കല്യാണപ്രായം കഴിഞ്ഞ് നിൽക്കുവാ. ആണോ? അപ്പം വരുമ്പോഴേ പിടിച്ചങ്ങ് കെട്ടിക്കണം. എനിക്ക് ഇറച്ചി തിന്നാൻ കൊതിയ. വേണം. അപ്പൊ പെണ്ണിനെ ഒന്ന് വിളിക്കും, ഞാൻ കാണട്ടെ. പെണ്ണേ അന്നമ്മോ. തുടങ്ങി അടുക്കളയിൽ നിൽക്കുമ്പോ ഉമ്മർത്ത് വരണം, ഉമ്മർത്ത് പോകുമ്പോ അടുക്കളയിൽ പോണം. ആരാ വന്നിരിക്കുന്നത് നോക്കിയടി. അയ്യോ ഇതാരാന്നേ? വേവിച്ചനാ. എന്നാ പ്ലേറ്റ് എടുക്കട്ടെ? എന്താ വേവിച്ചാന്ന് പറഞ്ഞു. പറഞ്ഞത് ഇതെന്റെ കൂട്ടുകാരൻ വേവിച്ചനാന്ന്. നമസ്കാരം ഉണ്ട് കേട്ടോ. അന്നമ്മേതാ പേരില്ലയോ? ആന്ന്. എവിടാ വീട്? ഞാനങ്ങ് പാലാക്കാരിയാ. പാലാക്കാരിയാണോ? പാലാക്കാരി. പാലാ ടൗണിന് അടുത്താണോ? പാലാ ടൗണിന്റെ അടുത്താ. ആണോ? ആന്ന്. ഇല്ലിപ്ലാക്കൽ തറവാട് അറിയാവോ? ഇല്ലിപ്ലാക്കല് ഇല്ല, കേട്ടിട്ടില്ല. കേട്ടിട്ടില്ലേ? ടൗണിന് അടുത്ത് തന്നെ. നോക്കിയാ കാണാം, ചെതൽപുറ്റിന് വൈറ്റ് വാഷ് അടിച്ചവരുടെ വീട്. പഴയ തറവാടാ. അതെന്റെ തറവാട്. ഞാൻ അവിടെ നിന്നാണ് കല്യാണം കഴിച്ചത്. അവിടെ പേരാണ് ചിന്നമ്മ. വേറെ ആരെങ്കിലും ഉണ്ടോ? ആ ചിന്നമ്മയ്ക്ക് അനിയത്തിയുണ്ട്, കുഞ്ഞിപ്പെണ്ണമ്മ. അവിടെ അങ്ങ് തിരുവള്ളൂക്കാവിലാ കല്യാണം കഴിപ്പിച്ചത്. 1000 ഗജവീരന്മാരുണ്ട് അവിടെ. ഞങ്ങൾക്ക് അറിയാം, ഞങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം. എങ്ങനെ അറിയാം? പാട്ട് കേട്ടിട്ടുണ്ട്. പാട്ടിലോ? ചിന്നമ്മ അടി കുഞ്ഞിപ്പെണ്ണമ്മ തിരുവള്ളൂർക്കാവിൽ ഗജവീരന്മാരായിരം. അന്നമ്മേ, പള്ളങ്കാനം പള്ളിയിലൊക്കെ വന്നിട്ടുണ്ടോ? ചെറുപ്പത്തിൽ കൊറേ വന്നിട്ടുണ്ട്. കെട്ടിച്ചിങ്ങോട്ട് വന്നതിൽ പിന്നെ വരവൊക്കെ കണക്കാന്നേ. എല്ലാരും അങ്ങനെ അതായത് ജീവിത പ്രാരാബ്ധങ്ങളിലാകുമ്പോ ഇതൊക്കെ അങ്ങ് മറക്കും. ഞാൻ എല്ലാ വർഷവും ഭരണങ്ങാനം പള്ളി പോകും. നേർച്ച വല്ല വന്നോ? എനിക്ക് ആ മിനുക്ക് ബൾബ് കാണാം റാസക്കിടുന്നത്. എല്ലാ വർഷവും ഞാൻ പോകും. ഭയങ്കര പ്രൗഢിയും വായിന്ന് വന്നതാ മിനുക്ക് ബൾബ്. പോരാ, മിനുക്ക് ബൾബ് എന്നല്ല ഇത് പറയുന്നത്, പിന്നെ സീരിയൽ ബൾബ്. ഇത് ഞാൻ ഇതൊക്കെ എങ്ങനെ പഠിച്ചു? ഞാൻ അപ്പുറത്തെ ചെറുക്കണം ഇതുപോലെ പറഞ്ഞു കൊച്ചി ഇറക്കം പറഞ്ഞു പഠിപ്പിച്ച അതെ സീരിയൽ ബൾബ്. പിന്നെ അവറാനെ, ഞാനിവിടെ യാദൃശ്യമായിട്ട് വന്ന് കയറിയതാ. പക്ഷെ ഞാനിവിടെ വന്ന് നോക്കിയപ്പോ നിങ്ങൾ ഇച്ചിരി ക്ഷയിച്ചൊക്കെ നിൽക്കുന്ന പരുവത്തിലാ. ഞാനാന്ന് ഇച്ചിരി ആഢ്യത്വവും പാരമ്പര്യമൊക്കെ ഉള്ള കൂട്ടത്തിലാണല്ലോ. അപ്പോഴേ എനിക്കിപ്പം മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ്. എന്തായാലും എനിക്കൊരു മോളുണ്ട്. 37 വയസ്സായി. 3 മക്കളാ മൊത്തം. മൂത്ത മകൾ മൂന്നാറില ലീല. മൂന്നാർ തേയിലല്ലേ? കൊച്ചിന്റെ പേരാണ് ലീല. അവളെ എവിടാ കെട്ടിച്ചത്? രണ്ടാമത്തെ മകൾ പാടത്താ. അവളെന്തോ കൊക്കായിരുന്നു. പത്തനാപുരത്തിനടുത്ത് പാടം, അവിടാണ് കെട്ടിച്ചത്. പക്ഷെ ഈ മൂന്നാമത്തെ മോക്കെ കല്യാണമൊന്നും ആയില്ല. അവള് കാരണം വാതിൽ തുറക്കാൻ വയ്യ. എന്താ തട്ടി നിൽക്കുവാ, പുറ നിറഞ്ഞു നിൽക്കുവല്ലേ. അതുകൊണ്ട് ഇതുപോലെ ഞങ്ങളെ എടുക്കുന്ന കാര്യം ആണോ? ഞങ്ങളുടെ ജോസ് കുട്ടിക്ക് 10, 30, 40 വയസ്സാകാറായി. ശരിയാ. ചെറുക്കനെ എങ്ങനെയും പെട്ടെന്ന് പിടിച്ച് കെട്ടിക്കണം. ഞങ്ങളുടെ പ്ലാന് അങ്ങനെ ഉണ്ടെങ്കിലേ നമ്മൾ 2 കുടുംബം കൂടെ അങ്ങ് ഒന്നായാൽ എന്തായിരിക്കും നിന്റെ? ചിന്നമ്മോ, അല്ല സോറി അന്നമ്മോ, നമ്മുടെ ജോസ് കുട്ടിക്ക് വേണ്ടി നമുക്ക് രണ്ടും കൂടി ഒന്ന് ആലോചിച്ചാലോ? എന്നാ ഞാൻ 2 ഗ്ലാസ് കാപ്പി എടുത്തോണ്ട് വരട്ടെ? എടുക്ക്. ഇത്രയും നേരമായി വന്നിട്ട് ഇപ്പഴാ കാപ്പിയുടെ കാര്യം മിണ്ടുന്നത്. ഇവിടെ വെറുതെ കളയാൻ പാലില്ലേ? പ്രയോജനമുള്ള കാര്യം ഇപ്പഴല്ലേ? ഒറ്റൊരു മോനേ ഉള്ളൂ. കൊടുക്കൽ വാങ്ങൽ എല്ലാം കൃത്യമായിട്ട് നടപ്പാക്കണം, കേട്ടല്ലോ? കൊടുക്കൽ വാങ്ങലിനെ പറ്റി ഞാൻ തീരുമാനിച്ചോളാം. നീ അല്ല ഭർത്താവ്, ഞാനാ ഭർത്താവ്. ഞാൻ ആ കാര്യങ്ങളെല്ലാം സംസാരിച്ചോളാം. അവിടെ നിൽക്കുന്നുണ്ടെന്ന് പറയുന്നില്ല എന്റെ എന്തുവാ കശപിശ? അയ്യോ അതെന്താന്നാ ചായക്ക് മധുരം ഇടണോന്ന് ചോദിക്കുമായിരുന്നു. മധുരം വിട്ടോ, ഇളക്കി അലിയിച്ച് കളയരുത്. അതെന്താ? ലാസ്റ്റ് എനിക്ക് പഞ്ചാര കടിച്ചു മുറിച്ച് തിന്നണം. സമ്മതമാണല്ലോ? ഞങ്ങൾക്ക് സമ്മതമാണ്. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, നമ്മൾ തമ്മിൽ ചെറുപ്പത്തിലെ കളിച്ചു വളർന്നവരാണ്, കാര്യം ശരി. പക്ഷെ ഒരു ഇടപാട് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുമ്പം നേരെ പോകുന്നുള്ള ആളാണ് ബേബിച്ചൻ. ഞാൻ ചോദിക്കുകയാണ്, നീ വേറൊന്നും വിചാരിക്കല്ലേടാ? നിന്റെ ചോദ്യം എന്തുവാ? എന്റെ ചോദ്യം എന്ന് പറഞ്ഞാലേ, ഇന്ത്യ ആദ്യമായിട്ട് റോക്കറ്റ് വിക്ഷേപിച്ച് ഏത് വർഷത്തിലാണ്? 1978. എന്നാ ദിവാൻ ഭരണം ഇല്ലാതായത്? ഞാൻ നിന്റെ ക്രിസ്മസ് മത്സരത്തിൽ പങ്കെടുക്കാൻ വന്നാണോ? അല്ല, നീ ചോദ്യം എന്താ ചോദിച്ചാൽ ഞാൻ ചോദിച്ചതേ ഉള്ളൂ. എടാ, എന്റെ പെണ്ണിനെ അങ്ങോട്ട് തരുവല്ലേ? അപ്പൊ നിന്റെ ചേർക്കത് നിന്റേതായിട്ടുള്ള ചോദ്യം എന്താണ്? അവൻ എന്താണ് വേണ്ടത്? അതാണ് ഞാൻ ചോദിച്ചത്. അതിപ്പോ നീയും ഞാൻ ഒരു ബന്ധുക്കാരാകാനുള്ള സ്ഥിതി വന്ന നിധിക്ക് ഞാനിപ്പോ എന്തോ ചോദിക്കാനാടാ? നീ ഇരുന്ന് സംസാരിക്കണ. ഞാനേ എന്തോ ഇപ്പൊ നിന്നോട് ചോദിക്കേണ്ടി എന്താന്ന്? നീ മറ്റൊന്നും ചിന്തിക്കണ്ട. അവറാൻ ബേബി 2 വ്യക്തികൾ, കൂട്ടുകാരല്ല. അങ്ങനെ ചിന്തിച്ചാ മതി. അതേ, ഇപ്പൊ നീ നിർബന്ധിച്ച സ്ഥിതിക്ക് 5 ലക്ഷം രൂപയും ഒരു കാറും ചെറുക്കന്റെ പേര് 5 സെന്റ് വസ്തു എഴുതി കൊടുക്കാവും. ശരിയടാ, ഞാൻ ഇറങ്ങുവാ. നീ പറഞ്ഞതിന്റെ പേര് ചോദിച്ചതേ ഉള്ളൂ, അല്ലാതെ നീ വിചാരിക്കുന്ന ബേബി അല്ല ഇത്. അല്ല, നീ നിർബന്ധിച്ചത് കൊണ്ടാണ് ഞാൻ ചോദിച്ചത് അവസാനം.
നീ ഒരു 20 ലക്ഷം രൂപയും ഒരു 35 ഏക്കറും ഒരു 4 കാറും ചോദിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. കുറച്ച് ചോദിച്ചു നീ എന്നെ നാണം കെടുത്തിയില്ലേടാ? അതിപ്പോ ഞാൻ കുറച്ച് ചോദിച്ചാൽ നിന്നെ ബുദ്ധിമുട്ടിക്കണം. ഇല്ല 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 ഇല്ല, ഇത്രയും ഞാൻ അങ്ങോട്ട് തരും. അത് നീ സമ്മതിക്കാമെങ്കിൽ മാത്രമേ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കാം. അത്രയൊന്നും വേണടേ, കുറച്ച് മതി. ഞാൻ പറഞ്ഞു സാരല്ല, നീ വെച്ചോ. എന്നാലും നീ എന്നോട് പറഞ്ഞ മോശമായി പോയി. ഞാൻ അറിയാതൊക്കെ അങ്ങ് പറഞ്ഞു പോയതല്ലേടാ മോനെ. അതൊക്കെ വിട്ടേരടാ അവറാനെ. നീ വിറാ നീ വിറാ എന്റെ മഞ്ഞ സോക്സ്. എന്താണ് ഇതാണോ നിങ്ങളുടെ ചോദിക്കലും വാങ്ങലും ഒക്കെ? എന്താ ഇത്? ഒരു ബന്ധം പോട്ടാ, നീ ഇവിടുന്ന് ഇറങ്ങിക്കോടാ. ഇപ്പൊ ഞാൻ പോവാടാ. നിനക്ക് 100 തരാൻ പറ്റുമോ? എന്തിന്? എന്നെ വെട്ടിട്ടങ്ങ് പോകാനാ. ഞാൻ പോവാടാ. ബേബി നീ പഠിക്ക കാല് കുത്തത്തില്ല. ബേബിച്ചായ നിന്നെ എന്തിനു വിളിക്കോടി അവനെ? അങ്ങോട്ട് ബേബിച്ചായ, നമ്മുടെ പിള്ളേരുടെ കല്യാണം നമുക്ക് ഇന്ന് തന്നെ അങ്ങ് ഉറപ്പിക്കാം. വേണ്ട, ബേബിക്ക് വേണ്ട. ബേബിയുടെ ആദ്യത്തിനും സമ്പത്തിനും ഇവൻ ചേരത്തില്ല. എന്റെ കുടുംബത്തിനും എന്റെ കൃഷിക്കും ഇവൻ ചേരത്തില്ലടി. ഇതിനൊന്നും ചേർത്തില്ലെങ്കിലും ഒരൊറ്റ കാര്യത്തിന് നിങ്ങൾ രണ്ടുപേരും ചേരും. എന്നാ തന്നെ വിവരക്കേട്. എന്റെ അമ്മോ.